ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ അടുത്ത റിവിഷൻ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും. റിവിഷൻ സീരീസ് എന്നൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ ക്ലാസ്സുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ക്ലാസ്സുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കണ്ടു തീർക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യഘട്ട പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ആദ്യഘട്ട പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, കൂടുതൽ ചോദ്യങ്ങളും SCRT ബേസ്ഡ് ആണ്. അതിൽ തന്നെ ഒരു പാഠം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാഠമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ വരും എക്സാമുകൾക്കൊക്കെ ആ പാഠത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇതിനു മുമ്പുള്ള പരീക്ഷകൾക്കും അതിൽ നിന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഒരുപാട് പോയിന്റ്സ് അതിൽ നിന്നുണ്ട്. അതിൽ തന്നെ എല്ലാ പോയിന്റ്സും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്ത പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കേരളം ആധുനികതയിലേക്ക് എന്ന SCRT ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ഈ പാഠഭാഗത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇനി വരും പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, വാസ്കോ ഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? വാസ്കോ ഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അൽവാരോ വെൻഹോവ് ആണ് അല്ലെ? അൽവാരോ വെൻഹോവ് ആണ് വാസ്കോ ഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. എപ്പോഴാണ് വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത്? എപ്പോഴാണ്? നമുക്കറിയാം 1498 മെയ് 20 അല്ലേ? ഈ ഡേറ്റ് ഒന്ന് പഠിച്ചു വെക്കണേ, ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. വാസ്കോ ഡ ഗാമ കേരളം ആദ്യമായിട്ട് സന്ദർശിച്ച വർഷമാണ് 1498 മെയ് 20. അപ്പോൾ വാസ്കോ ഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ഇമ്പോർട്ടൻ്റ് ആണ്, SCRT പോയിന്റ് ആണ്, അൽവാരോ വെൻഹോവ് ആണ്. പിന്നെയും എക്സ്ട്രാ നമുക്ക് പഠിക്കാണ്ട്, വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് അഥവാ ചോദ്യം വന്ന വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമയെ പിന്തുണച്ച മറ്റ് രണ്ട് കപ്പലുകൾ ഏതൊക്കെയെന്ന് ചോദ്യം വന്ന സെന്റ് റാഫേൽ, ദി ബെറിയോ എന്നീ കപ്പലുകളാണ് വാസ്കോ ഡ ഗാമയെ പിന്തുണച്ച മറ്റ് രണ്ട് കപ്പലുകൾ. അപ്പൊ രണ്ടെണ്ണം കിട്ടിയല്ലോ. അപ്പോൾ വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയേൽ. ആദ്യമായിട്ട് വാസ്കോ ഡ ഗാമ കേരളം സന്ദർശിച്ച വർഷമാണ് 1498 മെയ് 20. ഇനി വാസ്കോ ഡ ഗാമ ഒരു തവണ അല്ലല്ലോ കേരളം സന്ദർശിച്ചത്. വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തിയത് ഒരു തവണയല്ല. എത്രയാണ്? 3 തവണ വാസ്കോ ഡ ഗാമ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെയാണ്? 1498, 1502, 1524. അങ്ങനെ 3 വർഷങ്ങളിലാണ് വാസ്കോ ഡ ഗാമ കേരളം സന്ദർശിച്ചത്. അതിൽ 1524 ഡിസംബർ 24 വാസ്കോ ഡ ഗാമ അന്തരിച്ചത്. ആ ഡേറ്റ് കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, 1524 ഡിസംബർ 24 അവസാന കേരള സന്ദർശന വേളയിലാണ് വാസ്കോ ഡ ഗാമ അന്തരിച്ചത്. അപ്പോൾ വാസ്കോ ഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ക്ലിയർ ആണ്, അൽവാരോ വെൻഹോവ് ആണ്. പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ആരാണ്? കുഞ്ഞാലിമരക്കാരാണ്. ആരാണ്? കുഞ്ഞാലിമരക്കാർ. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ ആരെന്ന് ചോദിച്ചത് ആരാണ്? കുഞ്ഞാലിമരക്കാരാണ്. ഓക്കെ, അപ്പൊ അതും പഠിച്ചു. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ ശ്രദ്ധിച്ചു പഠിക്കണം. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയ വർഷമാണ് 1663. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും, ഇന്ത്യയിൽ നിന്നല്ല അല്ലേ, ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയ വർഷം ചോദിച്ചാൽ 1663. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയത്. കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഇമ്പോർട്ടൻ്റ് ആണ്, കുളച്ചൽ യുദ്ധം അല്ലേ? കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ്. ഓക്കെ, 1741 കുളച്ചൽ യുദ്ധം. ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. മാർത്താണ്ഡവർമ്മ. ഓക്കെ, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1741 നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 കുളച്ചൽ യുദ്ധം. പഠിച്ചു വെക്കണം. 1741 കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന 1741 നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. എന്താണ്? ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏത് എന്ന് ചോദ്യം വരും. അതേതാണ്? കുളച്ചൽ യുദ്ധമാണ്. വർഷം പഠിച്ചു വെച്ചോ, 1741. ഓക്കെ, 1741
കുളച്ചൽ യുദ്ധം നടന്ന വർഷം. പിന്നെ അതുപോലെ തന്നെ ഡച്ച് കപ്പിത്താൻ അല്ലേ, തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ക്യാപ്റ്റൻ ഡിലനോയ് ആണ് അല്ലേ. ഡച്ച് സൈന്യാധിപനായിരുന്നു അല്ലേ. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് സൈന്യാധിപൻ ആരെന്ന് ചോദ്യം വന്നാലും, അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ ആരെന്ന് ചോദ്യം വന്നാലും ആരാണ്? ക്യാപ്റ്റൻ ഡിലനോയ് ആണ്, ക്യാപ്റ്റൻ ഡിലനോയ്. അപ്പൊ ഇത്ര ചോദ്യങ്ങൾ ക്ലിയർ ആയല്ലോ. എന്തൊക്കെയാണ്? വാസ്കോ ഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൻഹോ ആണ്. പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനാണ് കുഞ്ഞാലി മരക്കാർ. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയ വർഷമാണ് 1663. ഈ പാഠത്തിൽ നമുക്ക് ഒരുപാട് വർഷങ്ങൾ പഠിക്കാണ്ട്, ഓരോ വർഷങ്ങളും അത്രയേറെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. 1663 1741 ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ കുളച്ചൽ യുദ്ധം. അപ്പൊ എത്ര കാര്യങ്ങൾ ക്ലിയർ ആയി. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങളാണ്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ. ഇനി കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം എവിടെയാണ്? മരക്കാർമാരുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ട അല്ലെങ്കിൽ പുതുപ്പണം കോട്ട എന്നറിയപ്പെടും അല്ലെ, പുതുപ്പണം കോട്ട. ഓക്കെ, അപ്പോൾ കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയാണ് കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം. ഓക്കെ, അപ്പൊ ആ ചോദ്യം ക്ലിയർ ആയി. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് അത് കുഞ്ഞാലി മൂന്നാമനാണ്. പഠിച്ചു വെച്ചോ, കുഞ്ഞാലി മൂന്നാമൻ. ഓക്കെ, എന്താണ്? പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട ഇമ്പോർട്ടന്റ് ആണ്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ചാലിയം കോട്ടയാണ്. അതുപോലെ തന്നെ ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ കാസി മുഹമ്മദ് രചിച്ച അറബി കാവ്യമാണ് ഏതാണ്? ഫത്തഹുൽ മുബീൻ. എന്താണ്? ഫത്തഹുൽ മുബീൻ. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞതാണ്. എന്താണ്? വ്യക്തമായ വിജയം എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് ക്ലിയർ ആയി. കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയാണ്. സാമൂതിരിയെ സഹായിച്ച, അതായത് ചാലിയങ്കോട്ട പിടിച്ചെടുക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? കുഞ്ഞാലി മൂന്നാമനാണ്. കുഞ്ഞാലി മൂന്നാമൻ. ഓക്കെ, അടുത്തത് ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യം. എന്താണ് അതിന്റെ പേര്? ഫത്തഹുൽ മുബീൻ. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നിരുന്നു, വ്യക്തമായ വിജയം. ഓക്കെ, എന്താണ് ഫത്തഹുൽ മുബീൻ എന്നതിന്റെ അർത്ഥം എന്തെന്ന് ചോദ്യം വന്നാലും കിട്ടണം, അല്ലെങ്കിൽ ഫത്തഹുൽ മുബീൻ രചിച്ചത് ആര് എന്ന് ചോദിച്ചാലും കിട്ടണം, അല്ലെങ്കിൽ എന്താണ് ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് രചിച്ച അറബി കാവ്യം ഏതെന്ന് ചോദ്യം വന്നാലും കിട്ടണം. പലതരം ചോദ്യങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് വരും. അപ്പൊ എന്താണ്? ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ കാസി മുഹമ്മദ് രചിച്ച അറബി കാവ്യം ഏതെന്ന് ചോദ്യം വന്നാൽ നമുക്ക് കിട്ടും. ഏതാണ്? ഫത്തഹുൽ മുബീൻ എന്നതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ എന്താണ്? വ്യക്തമായ വിജയം. ആരാണ് രചിച്ചത്? കാസി മുഹമ്മദ് ആണ് രചിച്ചത്. പേരെന്താണ്? ഫത്തഹുൽ മുബീൻ. എന്താണ് അതിന്റെ അർത്ഥം? വ്യക്തമായ വിജയം. രചിച്ചതാരാണ്? കാസി മുഹമ്മദ് ആണ്. എന്താണ് പേര്? ഫത്തഹുൽ മുബീൻ. അർത്ഥം എന്ത് എന്ന് ചോദിച്ചാൽ വ്യക്തമായ വിജയം. അടുത്ത ചോദ്യം, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആര്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സർദാർ KM പണിക്കറാണ്. പുസ്തകം ഏതാണ്? ഹിസ്റ്ററി ഓഫ് കേരള അല്ലെ. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് സർദാർ KM പണിക്കറാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ഒരുപാട് ക്ലാസ്സുകളിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്ന കാര്യമാണ്. പഴശ്ശിരാജയെ ചോദ്യം വരും, അതും SCRT പോയിന്റ് ആണ്. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് ആര്? ഈ പാഠത്തിൽ തന്നെ ഉള്ള ഒരു പോയിന്റ് ആണ്. കേരള സിംഹം എന്ന പ്രശസ്ത നോവൽ രചിച്ചത് ആര് എന്ന് ചോദ്യം വന്ന, ചരിത്ര നോവൽ രചിച്ചത് ആര് എന്ന് ചോദ്യം വന്ന ആരാണ്? സർദാർ KM പണിക്കറാണ്. അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചതും ആരാണ്? സർദാർ KM പണിക്കറാണ്. അപ്പൊ അതൊക്കെ കിട്ടും. അപ്പൊ എന്താണ്? ഹിസ്റ്ററി ഓഫ് കേരള, മറക്കരുതേ, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് സർദാർ KM പണിക്കറാണ്.
ഓക്കെ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിൽ എത്തുകയും സാമൂതിരിയുടെ വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്ത വർഷം 1615 1615 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിൽ എത്തുകയും സാമൂതിരിയുടെ വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്ത വർഷമാണ് 1615. 1615 വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1615. ഓക്കെ. ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ഒരു ചോദ്യമാണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധി ഏതാണ്, അല്ലെങ്കിൽ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടി ഏത് എന്നൊക്കെ ചോദ്യം വന്ന ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. വർഷം പഠിച്ചു വെച്ചോ. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം ചോദിച്ചാൽ 1792 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടി. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ രചിച്ച ചരിത്ര നോവൽ. ഞാൻ പറഞ്ഞു, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ്. ഏതാണ്? കേരള സിംഹം, അല്ലെങ്കിൽ കേരള സിംഹം എന്ന ചരിത്ര നോവൽ, അല്ലെങ്കിൽ കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് ആര്? അങ്ങനെയും ചോദ്യം വരും. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദ്യം വന്നാലും ഒക്കെ കിട്ടണം. ആരാണ്? സർദാർ KM പണിക്കറാണ്. പുസ്തകം കേരള സിംഹം. അപ്പൊ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദ്യം വന്നാൽ നമുക്ക് കിട്ടും. ആരാണ്? സർദാർ KM പണിക്കറാണ്. ഓക്കെ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. പഴശ്ശിരാജാവിന്റെ രാജവംശം ഏതാണ്? കോട്ടയം രാജവംശമാണ് കേട്ടോ. മലബാറിലെ കോട്ടയം രാജവംശമാണ് പഴശ്ശിരാജയുടെ രാജവംശം. ഏതാണ്? കോട്ടയം രാജവംശം. കോട്ടയം ഒരു രാജവംശമാണ്. കോട്ടയം ജില്ലയല്ല, കോട്ടയം രാജവംശമാണ്. കോട്ടയം രാജവംശം. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിയെ സഹായിച്ച നേതാക്കൾ. ഇത് പഠിച്ചു വെച്ചോ. താഴെ തന്നിരിക്കുന്നതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിയെ സഹായിച്ച നേതാക്കളിൽ പെടാത്തത് ആര്? അങ്ങനെ ഒരു ചോദ്യം ഇവിടെ നിന്ന് വരും. എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിയെ സഹായിച്ച നേതാക്കളാണ് ചെമ്പൻ പോക്കർ, പിന്നെ ആണ് ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ അല്ലെ. എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു. പഴശ്ശിരാജ സിനിമ കണ്ടവർക്കാണെങ്കിൽ ഈ പോയിന്റ്സ് ഒക്കെ കിട്ടും. ഓക്കെ. എടച്ചേന കുങ്കൻ നായർ. വയനാട്ടിലെ കുറിച്യ നേതാവ് തലക്കൽ ചന്തു. ഓക്കെ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? വയനാട്ടിലെ കുറിച്യരുടെ നേതാവ് ആര്, അല്ലെങ്കിൽ പഴശ്ശിരാജാവിനെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആര്? ചോദ്യം വരും. ആരാണ്? തലക്കൽ ചന്തു ആണ്. പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ്. ഏതാണ്? കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദ്യം വന്നാൽ താഴെ ഓപ്ഷനിൽ ആരും ഉണ്ടാവും? തലക്കൽ ചന്തു ഉണ്ടാവും. പക്ഷേ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി, അല്ലെങ്കിൽ രാമനമ്പിയാണ്. 1812 കുറിച്യ കലാപം അല്ലെ. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് മറക്കരുത്. ഇതെന്താണ്? പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആര് എന്ന് ചോദ്യം വന്നാലാണ് നമുക്ക് തലക്കൽ ചന്തു മാർക്ക് ചെയ്യേണ്ടത്. എന്നാൽ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദ്യം വന്നാൽ നമുക്ക് ആരെ കുത്തണം? ആരാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്? രാമൻ നമ്പി, അല്ലെങ്കിൽ രാമനമ്പി. എങ്ങനെ തന്നാലും അത് കുത്തണം. അല്ലെങ്കിൽ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. മറന്നുപോയത്. ഓക്കെ. അപ്പൊ തലക്കൽ ചന്തു ആരൊക്കെയാണ്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ. വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു. ഓക്കെ. പിന്നെ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ എന്ന് പറഞ്ഞാലും അതും ഉത്തരത്തിലുള്ളതാണ്. എക്സ്ട്രാ പോയിന്റ് അല്ല. അപ്പൊ അതും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. പോരാട്ടത്തിനിടയിൽ പഴശ്ശിരാജ വധിക്കപ്പെട്ടത് പഠിച്ചു വെക്കണം. പഴശ്ശിരാജ മരണപ്പെട്ട ദിവസം പഠിച്ചു വെക്കണം. 1805 നവംബർ 30 1805. ഇനി വർഷം കിട്ടാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ. നമുക്ക് പഴശ്ശി കലാപങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ കാലഘട്ടങ്ങൾ പഠിക്കും. അതിൽ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം 1793 മുതൽ 1797 വരെയാണ്. രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം 1800 മുതൽ 1805 വരെയാണ്. അത് നമുക്കറിയണതല്ലേ. അപ്പൊ 1800 മുതൽ 1805 വരെ പഴശ്ശി കലാപങ്ങളുടെ കാലഘട്ടം അവിടെ തീരെയാണ്. അപ്പൊ 1805 എന്തുകൊണ്ടാണ് അത് തീർന്നത്? പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം. പഴശ്ശി മരണപ്പെട്ടത് 1805. ഈ ഡേറ്റ് കൂടി ഒന്ന് പഠിച്ചു വെക്കുക. നവംബർ 30 പഴശ്ശിരാജ മരണപ്പെട്ടത്, അല്ലെങ്കിൽ വധിക്കപ്പെട്ടത് 1805 നവംബർ 30. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ ദിവസം നമ്മൾ അറിയണം. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. പഴശ്ശിരാജ വധിക്കപ്പെട്ടത് 1805 നവംബർ 30. ഇത് 1809 ജനുവരി 11. അപ്പൊ ഡേറ്റ് ഇനി മറക്കരുത്.
പിടിക്കപ്പെടും എന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് എവിടെ വെച്ചാണ്? എവിടെ വെച്ചാണ്? മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത്. ഓക്കെ, ആത്മഹത്യ ചെയ്തത് എവിടെ വെച്ചിട്ടാണ്? മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ ശരീരം കെട്ടിത്തൂക്കിയത് എവിടെയെന്ന് ചോദ്യം വരും. കണ്ണമ്മൂലയിലാണ്. അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. കണ്ണമ്മൂലയിലാണ് വേലുത്തമ്പി ദളവയുടെ ശരീരം, അല്ലെ, ഭൗതിക ശരീരം കെട്ടിത്തൂക്കിയത് എവിടെയെന്ന് ചോദ്യം വന്നാൽ കണ്ണൻമൂലയിലാണ്. കണ്ണമ്മൂലയിലാണ്. പിന്നെ എവിടെയാണ് ആത്മഹത്യ ചെയ്തത്? എവിടെയാണ്? മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തെ തൂക്കിലേറ്റിയത് എവിടെയെന്ന് ചോദിച്ചാൽ കണ്ണമ്മൂല. കണ്ണമ്മൂലയിലാണ് തൂക്കിലേറ്റിയത്. ഓക്കെ, ഈ കണ്ണമ്മൂല നമ്മൾ മുമ്പും പഠിച്ചിട്ടുണ്ട്. കൊല്ലൂർ കണ്ണമ്മൂല എവിടെയും കേട്ടിട്ടുണ്ടോ? കൊല്ലൂർ കണ്ണമ്മൂല ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലമാണ് കൊല്ലൂർ കണ്ണമ്മൂല, അല്ലെ. കൊല്ലൂർ ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ. അത് നമ്മൾ എങ്ങനെ ഓർത്തു വെക്കും? ഈ ചട്ടമ്പിമാർക്ക് എന്താണ് പണി? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അല്ലെ. കോഡൊക്കെ നമ്മൾ പഠിച്ചതാണ്. ചട്ടമ്പിമാർക്ക് എന്താണ് പണി എന്ന് ചോദിച്ചാൽ എന്താണ്? ചട്ടമ്പിമാർക്ക് കൊല്ലും കൊലയൊക്കെയാണ് പണി. അപ്പൊ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. കൊല്ലൂർ കണ്ണമ്മൂല, കൊല്ലൂർ കണ്ണമ്മൂല. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് കൊല്ലൂർ കണ്ണമ്മൂലയിലാണ്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ റെയിൽപാത നിർമ്മിച്ചത്. ഓക്കെ, കേരളത്തിലെ ആദ്യ റെയിൽപാത നിർമ്മിച്ചത് എപ്പോഴാണ്? 1861 കേരളത്തിലാണ്. വർഷം ശ്രദ്ധിക്കണം. 1861 കേരളത്തിൽ ആദ്യ റെയിൽപാത നിർമ്മിച്ചത്. ഇന്ത്യയിൽ ചോദിച്ചാലാണ് 1853 നമ്മൾ പഠിക്കേണ്ടത്. 1853 ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ഏത് മുതൽ ഏത് വരെയാണ്? ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ്, അല്ലെ. ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ് ആദ്യ റെയിൽപാത കേരളത്തിലെ. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ പഠിക്കേണ്ടത് ബോംബെ മുതൽ താനെ വരെയാണ്. ബോംബെ മുതൽ താനെ ഓർത്ത് വെച്ചാൽ മതി. താനെ വരെ, ബോംബെ മുതൽ താനെ വരെയാണ് ഏത്? ഇന്ത്യയിലെ ആദ്യ റെയിൽപാത. കേരളത്തിലെ ആദ്യ റെയിൽപാത നിർമ്മിച്ചത് 1861 അല്ലെ. 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെ. സ്ഥലം പഠിച്ചു വെക്കണം. ബേപ്പൂർ മുതൽ തിരൂർ വരെ. അത് ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുണ്ട്. കേരളത്തിലെ ആദ്യ റെയിൽപാത ഏത് മുതൽ ഏത് വരെയാണെന്ന് ചോദ്യം വന്നാൽ ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. ബേപ്പൂർ മുതൽ തിരൂർ വരെ എപ്പോഴാണ്? 1861 കേരളത്തിലെ ആദ്യ റെയിൽപാത നിർമ്മിച്ചത്. അപ്പൊ അത് കിട്ടി. ഇനി ഇന്ത്യൻ റെയിൽവേയുടെ പിതാവായിരുന്നൊക്കെ ചോദ്യം വന്നാൽ കിട്ടണം കേട്ടോ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡൽഹൌസി പ്രഭു ആണ്, അല്ലെ. ഡൽഹൌസി പ്രഭു ആണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആരാണ്? ഡൽഹൌസി പ്രഭു. ഓക്കെ, മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ SCRT പോയിന്റ് ആണ്. ലോഗൻ കമ്മീഷൻ, അല്ലെ. വില്യം ലോഗൻ കമ്മീഷൻ, അല്ലെ. ലോഗൻ കമ്മീഷൻ ആണ് മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ. ഈ വില്യം ലോഗൻ വേറെയും പഠിക്കാണ്ടല്ലോ. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത്. മലബാർ മാനുവൽ ആരാണ്? വില്യം ലോഗൻ ആണ്. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗൻ ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതെന്ന് ചോദ്യം വന്നാൽ ലോഗൻ കമ്മീഷൻ ആണ്. വില്യം ലോഗൻ കമ്മീഷൻ. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത്. ഓക്കെ, മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് 1929 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത്. എപ്പോഴാണ്? 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത്. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് എപ്പോഴാണ്? ഈ വർഷം പഠിച്ചു വെച്ചോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷമാണ്. എപ്പോഴാണ് പണ്ടാരപ്പാട്ട വിളംബരം നടന്നത്? എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1865 1865 പണ്ടാരപ്പാട്ട വിളംബരം നടന്നത്. ഓക്കെ, അപ്പൊ തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1865 തിരുവിതാംകൂറിൽ കുടിയാൻ ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിക്കാൻ കാരണമായ നിയമം. കുടിയാന് ഭൂമിയുടെ മേൽ, കുടിയാന് തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിക്കാൻ കാരണമായ നിയമമാണ് 1896 പാസാക്കിയ ജന്മി കുടിയാൻ നിയമം. എപ്പോഴാണ് പാസാക്കിയത്? 1896 ജന്മി കുടിയാൻ നിയമം. 1896 എപ്പോഴാണ്? പണ്ടാരപ്പാട്ട വിളംബരം പഠിച്ചു വെക്കണം. 1865 അല്ലെ പണ്ടാരപ്പാട്ട വിളംബരം. കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണ്? പണ്ടാരപ്പാട്ട വിളംബരമാണ്. തിരുവിതാംകൂറിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം, അല്ലെ. ആധുനിക തിരുവിതാംകൂറിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. പഠിച്ചു വെക്കണം. ക്ഷേത്രപ്രവേശന വിളംബരം. അതുപോലെ തന്നെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെന്ന് ചോദിച്ചാലും ക്ഷേത്രപ്രവേശന വിളംബരം. ഇത് നമുക്ക് പഠിക്കാനുള്ളത് പണ്ടാരപ്പാട്ട വിളംബരം. ഓക്കെ, അപ്പൊ തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിക്കാൻ കാരണമായ നിയമമാണ് 1896. പഠിച്ചു വെച്ചോ. ഈഴവ മെമ്മോറിയലിന്റെ സമയമാണല്ലേ, നമുക്ക് ഈ വർഷം അറിയാം. 1896 പാസാക്കിയ ജന്മി കുടിയാൻ നിയമം 1896.
കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 1914 കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത്. കൊച്ചിയിൽ നിലവിൽ വന്നത് 1914 1914 കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത്. ഓക്കെ, അപ്പൊ അത്ര പോയിന്റ്സ് ക്ലിയർ ആയി. അടുത്ത ചോദ്യം, ആരുടെ നേതൃത്വത്തിലാണ് നിലമ്പൂരിൽ തേക്ക് തോട്ടം ആരംഭിച്ചത്? നമുക്കറിയാം HV കനോലിയാണ്. HV കനോലി പ്ലോട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ നിലമ്പൂരിലുള്ളത്. അപ്പൊ എന്താണ്, ആരുടെ നേതൃത്വത്തിലാണ് നിലമ്പൂർ തേക്ക് തോട്ടം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ HV കനോലി. കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നിലമ്പൂരിലാണ്. പഠിച്ചു വെക്കണേ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. നേതൃത്വം നൽകിയത് HV കനോലി. എന്താണ്, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മജിസ്ട്രേറ്റ് എന്നൊക്കെ ചോദ്യം വന്നാൽ നമുക്ക് അറിയാം അതാരാണ്? HV കനോലിയാണ്. HV കൊനോലിയിലെ കൊന്നോളി എന്ന് പറഞ്ഞിട്ട് നിന്ന് കൊടുക്കണം, അപ്പൊ മരിക്കുകയാണ് അല്ലേ. അപ്പോൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ HV കൊനോലി. കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത്, റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, 1859 ആലപ്പുഴയിലാണ്. ആലപ്പുഴ ജില്ലയിലാണ്. 1859 1859 ആലപ്പുഴയിലാണ് ആദ്യത്തെ കയർ ഫാക്ടറി നിർമ്മിതമായത്. ആദ്യ കയർ ഫാക്ടറി എവിടെയാണ്? 1859 ആലപ്പുഴയിലാണ്. പഠിച്ചു വെച്ചോ, ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക് ആണ് അല്ലെ. നെടുങ്ങാടി ബാങ്ക് ആണ്. എപ്പോഴാണ്? 1899 സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ അപ്പു നെടുങ്ങാടിയാണ്. ആരാണ്? അപ്പു നെടുങ്ങാടി. ആരാണ് സ്ഥാപകൻ? അപ്പു നെടുങ്ങാടിയാണ്. അപ്പൊ കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ആണ് നെടുങ്ങാടി ബാങ്ക്. സ്ഥാപകൻ ആരെന്ന് ചോദ്യം വന്ന ആരാണ്? അപ്പു നെടുങ്ങാടിയാണ്. ഓക്കെ, അപ്പു നെടുങ്ങാടിയാണ്. 1899 സ്ഥാപിതമായത്. അടുത്ത ചോദ്യം നോക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ട വ്യവസായശാലകളാണ്. ഏതൊക്കെയാണ്? പുനലൂർ പേപ്പർ മിൽ എവിടെയാണെന്ന് സ്ഥലങ്ങളും പഠിച്ചു വെക്കണം, ചിലപ്പോൾ ചോദ്യം വരും. പുനലൂർ പേപ്പർ മിൽ സ്ഥാപിതമായത് എവിടെയെന്ന് ചോദ്യം വരും. അപ്പൊ പുനലൂർ പേപ്പർ മിൽ എവിടെയാണ്? പുനലൂർ പേപ്പർ മിൽ കൊല്ലത്താണ് അല്ലെ. പുനലൂർ പേപ്പർ മിൽ കൊല്ലം. പുനലൂർ പേപ്പർ മിൽ എവിടെയാണ്? കൊല്ലത്താണ്. പുനലൂർ പേപ്പർ മിൽ കൊല്ലം. കളമശ്ശേരിയിലെ ഫാക്ട് FACT എവിടെയാണ്? ഫാക്ട് എവിടെയാണ്? അത് എറണാകുളത്താണ്. കളമശ്ശേരി എറണാകുളത്താണ്, നമുക്കറിയാലോ. അപ്പൊ FACT എവിടെയെന്ന് വെച്ചാൽ ചിലപ്പോൾ എവിടെയാണ് സ്ഥാപിതമായത്? ഫാക്ട് എവിടെയാണ് സ്ഥാപിതമായത് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? എറണാകുളത്താണ്. ഓക്കെ. കുണ്ടറ സിറാമിക്സ് എവിടെയാണ്? കുണ്ടറ സിറാമിക്സ് കൊല്ലത്താണ്. കുണ്ടറ സിറാമിക്സ് കൊല്ലം ജില്ലയിലാണ്. റബ്ബർ വർക്ക്സ് എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ് റബ്ബർ വർക്ക്സ് ആണ്. പോയിട്ട് കോട്ടയം കുത്തരുത്. റബ്ബർ വർക്ക്സ് എവിടെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ടാറ്റ ഓയിൽ മിൽസ് എവിടെയാണ്? ടാറ്റ ഓയിൽ മിൽസ് സ്ഥാപിതമായത് കൊച്ചിയിലാണ്. കൊച്ചി രണ്ടെണ്ണം കൊച്ചിയിലാണ് അല്ലെ. അളഗപ്പ തുണി മില്ലും അതുപോലെ തന്നെ ടാറ്റ ഓയിൽ മില്ലും സ്ഥാപിതമായത് കൊച്ചിയിലാണ്. അളഗപ്പ തുണി മില്ലും സ്ഥാപിതമായത് എവിടെയാണ്? കൊച്ചിയിലാണ്. ഒന്നുകൂടെ നോക്കാം. പുനലൂർ പേപ്പർ മിൽ എവിടെയാണ്? കൊല്ലം. റിപ്പീറ്റ് ചെയ്തു. പുനലൂർ പേപ്പർ മിൽ എവിടെയാണ്? കൊല്ലത്താണ്. കളമശ്ശേരിയിലെ ഫാക്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ എറണാകുളമാണ്. കുണ്ടറ സിറാമിക്സ് കൊല്ലമാണ്. റബ്ബർ വർക്ക്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരത്താണ്. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചിയാണ്. ചിലപ്പോൾ അത് ടേബിൾ ആയിട്ട് തന്നിട്ട് പൂരിപ്പിക്കാൻ പറയും, അപ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, അല്ലെങ്കിൽ തെറ്റായ ജോഡിയൊക്കെ ചോദിക്കും. അപ്പൊ ടാറ്റ ഓയിൽ മിൽസ് എവിടെയാണ്? കൊച്ചിയിലാണ്. അളഗപ്പ തുണിമിൽ എവിടെയെന്ന് ചോദിച്ചാലും കൊച്ചിയിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഈ കാണുന്നത് മലയാളത്തിലെ ഡൗട്ട് വരുന്ന ഭാഗമാണ്, എന്നാൽ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. ഞാൻ കേട്ട് ഇങ്ങനെ നിങ്ങൾ തലയിൽ വരും. ഞാൻ 1-2-3 വട്ടം പറയാം. വ്യാകരണ ഗ്രന്ഥം ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. വ്യാകരണം ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. ഡൗട്ട് വരുന്നു പറഞ്ഞാൽ എന്താണ്? പിന്നെ ഇവിടെ പഠിക്കാണ്ടല്ലോ, നിഘണ്ടു അല്ലെ. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു, അതുപോലെ തന്നെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയവരൊക്കെ പറ്റി നമുക്ക് പഠിക്കാണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചത് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഓക്കെ, വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം പഠിച്ചു വെച്ചോ, സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. ഇതും റിപ്പീറ്റിംഗ് ചോദ്യമാണ്. ഓക്കെ, അപ്പൊ മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചാൽ നിഘണ്ടു ആരാണ്? അർണോസ്
അർണോസ് പാതിരി. നമുക്ക് പാതിരാക്കാണ് ഓരോന്നൊക്കെ ഡൗട്ട് വന്നിട്ട് നമ്മൾ നിഘണ്ടു ഒക്കെ എടുത്ത് നോക്കുക അല്ലെ. നിഘണ്ടു എടുത്ത് നോക്കണം എന്തിനാണ്, ഇതിന്റെ മീനിങ് എന്താണെന്നും ഇതൊക്കെ അറിയാൻ നമ്മൾ എന്താണ് പാതിരാത്രി എടുത്തിട്ട് നിഘണ്ടു എടുത്ത് നോക്കും. അപ്പൊ പാതിരി, പാതിരി, നിഘണ്ടു. ഓക്കെ, ആദ്യം നിഘണ്ടു, അർണോസ് പാതിരി. പാതിരാത്രി എടുത്ത് നോക്കുക എന്ന് ആലോചിച്ചാൽ മതി. നിഘണ്ടു എന്ന് കണ്ടാൽ ആലോചിച്ചോ, സാറ് പറഞ്ഞിട്ടുണ്ട് പാതിരാത്രി നമുക്ക് സംശയം വന്നിട്ട് എടുത്ത് നോക്കുന്ന കാര്യങ്ങളാണ്. ഏതാണ്? അപ്പൊ ഏതാണ്? നിഘണ്ടു അർണോസ് പാതിരിയാണ്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഓക്കെ, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു, ഇംഗ്ലീഷ് മലയാളം ബെഞ്ചമിൻ ബെയ്ലി, ഇംഗ്ലീഷ് മലയാളം ബെഞ്ചമിൻ ബെയ്ലി. ഇംഗ്ലീഷ് മലയാളം, മലയാളം ഇംഗ്ലീഷ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ഇദ്ദേഹത്തെയാണ് PSCക്ക് ഇഷ്ടം. PSC ഇദ്ദേഹത്തിന്റെ ചോദ്യമാണ് ചോദിക്കാറുള്ളത്. അപ്പൊ എന്താണ്? മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടും. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. ഓക്കെ, ബെഞ്ചമിൻ ബെയ്ലി. അപ്പൊ അതും ക്ലിയർ ആയി. മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളായ രാജ്യസമാചാരം, രാജ്യസമാചാരം, അതുപോലെ തന്നെ പശ്ചിമോദയം, രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ഞാൻ പറഞ്ഞു PSCക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഹെർമൻ ഗുണ്ടർട്ട്. അപ്പൊ ഇതൊരു ചോദ്യമല്ലേ. ആദ്യത്തെ പത്രം ഏതെന്ന് ചോദിച്ചാൽ രാജ്യസമാചാരം പത്രം ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാലും ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ഹെർമൻ ഗുണ്ടർട്ട് ആണ് രാജ്യസമാചാരം പത്രം ആരംഭിച്ചത്. ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് ആണ്. പഠിച്ചു വെച്ചോ. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ആര്, അല്ലെങ്കിൽ സ്ഥാപകൻ ആര് എന്ന് ചോദ്യം വന്ന ഹെർമൻ ഗുണ്ടർട്ട് ആണ്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാലും ഹെർമൻ ഗുണ്ടർട്ട് ആണ്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലിയാണ്. കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലി, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട്. പിന്നെ പാതിരാക്ക് നമ്മൾ എന്തെടുത്ത് നോക്കുക? ആദ്യം നിഘണ്ടു തയ്യാറാക്കിയതാണ് അർണോസ് പാതിരി. അർണോസ് പാതിരിയാണ് ആദ്യം നിഘണ്ടു തയ്യാറാക്കിയത്. അർണോസ് പാതിരി ആദ്യം നിഘണ്ടു തയ്യാറാക്കി. വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതാണ് ആഞ്ചലോസ് ഫ്രാൻസിസ്. ആഞ്ചലോസ് ഫ്രാൻസിസ്. അപ്പൊ അതൊക്കെ ഇനി കിട്ടും, ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയി. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ചോദ്യം, 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? വിളംബരം പുറപ്പെടുവിച്ചത് ഗൗരി പാർവതിബായി. ഞാൻ കോമൺ ആയിട്ട് തന്നെ ഇടക്ക് പഠിപ്പിക്കുമ്പോൾ പറയാറുള്ളതാണ്. എന്താണ്? ഗൗരി പാർവതിബായി ആണ്. ഞാൻ ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർവതിക്കും PR ഉണ്ട് അല്ലേ. പാർവതി, അതുപോലെ തന്നെ പ്രൈമറി, PR വെച്ച് കണക്ട് ചെയ്താൽ മതി. ഒരു കണക്ഷൻ വരുന്നില്ലേ? PR പ്രൈമറി പാർവതി, അത് വെച്ചിട്ട് PAR ആണ് പാർവതി, PRI ആണ് പ്രൈമറി, അത് വെച്ചിട്ട് രണ്ടിലും PR വരുന്നുണ്ട്. അത് വെച്ച് എന്തെങ്കിലും ഒരു കണക്ഷൻ കൊടുത്താൽ മതി. അപ്പൊ ഗൗരി പാർവതിബായി ആണ് എന്താണ് പ്രൈമറി വിദ്യാഭ്യാസം. ഏതാ വർഷം കൂടി ഒന്ന് പഠിച്ചു വെച്ചു? 1817 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരെന്ന് ചോദ്യം വന്ന ആരാണ്? റാണി ഗൗരി പാർവതിബായി ആണ്. മൃഗബലി നിരോധിച്ചതും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സേതു ലക്ഷ്മിബായി ആണ്. സാധുക്കളായ മൃഗങ്ങളെ കൊല്ലുക എന്ന് നമ്മൾ പറയും അല്ലേ. എന്താണ്? ദേവസ്വത്തിന്റെ കീഴിൽ മൃഗബലി നിരോധിച്ചത് ആരെന്ന് ചോദ്യം വന്ന ആരാണ്? അതാരാണ്? സേതു ലക്ഷ്മിബായി. സാധുക്കളായ മൃഗങ്ങളല്ലേ, അപ്പൊ സേതു ലക്ഷ്മിബായി ആണ്. അപ്പൊ റാണി ഗൗരി പാർവതിബായി ആണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്? സ്വാതി തിരുനാളിന്റെ ഭരണകാലമാണ്. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണെന്ന് ചോദിച്ചാൽ ഉത്രം തിരുനാളിന്റെ ഭരണകാലമാണ്. ഓക്കെ, കിഴവൻ രാജ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ കാർത്തിക തിരുനാളാണ്. കിഴവൻ രാജ എന്നറിയപ്പെടുന്നത് കാർത്തിക തിരുനാളാണ്. ദുർബലനായ രാജാവ് ആരാന്ന് ചോദിച്ചാൽ അവിട്ടം തിരുനാൾ. തിരുവിതാംകൂറിലെ ദുർബലനായ രാജാവ് എന്നറിയപ്പെടുന്നത് അവിട്ടം തിരുനാളാണ്. എല്ലാം നമ്മൾ പഠിച്ചതാണ്, ഒന്ന് ഓർത്തു വെക്കുക, ഒന്ന് റിപ്പീറ്റ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ 1817 പ്രൈമറി വിദ്യാഭ്യാസം. ഓക്കെ, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം ചോദിച്ചാലും കിട്ടണം. 1817 ആണ്. 1817. തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ അവകാശം ലഭിക്കാൻ കാരണമായത് മക്കത്തായ സമ്പ്രദായം. എന്താണ്? തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ അവകാശം ലഭിക്കാൻ കാരണമായത് മക്കത്തായ സമ്പ്രദായമാണ്. അപ്പൊ അതും അറിഞ്ഞു വെക്കുക. മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ, ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഒരുപാട് കേട്ട് പഴകിയ സാധനം കൂടിയാണ്, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. സവർണം നടക്കുന്ന വഴിയിൽ കൂടി അവർണന് നടന്നുകൂടാ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ് അല്ലേ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്. പിന്നെന്താണ്? അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ. ഇപ്രകാരം പറഞ്ഞതാരാണ്? സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹമാണ് ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത്. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതും സ്വാമി വിവേകാനന്ദനാണ്. ഗീതയിലേക്ക്
മടങ്ങുക. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതാണ് സ്വാമി വിവേകാനന്ദൻ. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരെന്ന് ചോദ്യം വന്ന സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത്. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതാണ് സ്വാമി വിവേകാനന്ദൻ. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതാണ് സ്വാമി വിവേകാനന്ദൻ. നമുക്ക് നമ്മുടെ ചാനലിൽ ഒരു സ്റ്റുഡൻറ്റ് നമുക്കൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ വേദങ്ങളിലേക്ക് ദയാനന്ദ സരസ്വതിയാണ്. അപ്പം ഞാനൊരു ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വേദങ്ങളിലേക്ക് പിന്നെയും മടങ്ങാൻ അമ്മ പറയുമ്പോൾ അമ്മക്ക് ഒരു ദയയില്ലേ എന്ന് ആലോചിക്കാൻ പറഞ്ഞിട്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊന്നും കൂടി നമ്മുടെ ബാച്ചിൽ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞതാണ്. എന്തായാലും അവർ പറഞ്ഞതല്ലേ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. വേദങ്ങളിലേക്ക് മടങ്ങുക എന്നല്ലേ, അപ്പോൾ ഇതിൽ ഒരു ദാ വരുന്നില്ലേ, വേദങ്ങളിലേക്ക്. അപ്പോൾ ദയാനന്ദ സരസ്വതി ഇത് വെച്ച് ഈ ദാ വെച്ച് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഈ ദാ വെച്ച് കണക്ട് ചെയ്താൽ മതി. ദയാനന്ദ സരസ്വതി, വേദങ്ങളിലേക്ക് ദയാനന്ദ സരസ്വതി. ഗീതയിൽ തായല്ലേ, ഗീതയിൽ തായാണ്, അപ്പൊ അത് വെച്ച് കണക്ട് ആവൂല. അപ്പൊ വേദങ്ങളിലേക്ക് ഈ ദാ വെച്ചിട്ട് വേഗം ആലോചിച്ചാൽ മതി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് വിവേകാനന്ദനല്ല, വേദങ്ങളിൽ ഒരു ദാ ഉണ്ട്, അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ഷൻ ആലോചിച്ചാൽ മതി. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് വേറെ കണക്ഷൻ ഉണ്ടെങ്കിൽ അത് ആലോചിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, ഒരുപാട് സമയം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിലേക്ക് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പിന്നെയും അമ്മ എന്ത് പറയും, ബുക്കിന്റെ അടുത്തേക്ക് പോടാന്ന് പറയും അല്ലേ, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും, അമ്മക്ക് ഒരു ദയും ദാക്ഷിണ്യം ഇല്ല എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ. അപ്പൊ എന്താണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ദയാനന്ദ സരസ്വതിയും, ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദനുമാണ്. അപ്പൊ കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദനാണ്. ഈ വേർഡ്സ് തന്നിട്ട് ഇത് ആരുടെയാണെന്ന് ചോദ്യം വരും, സ്വാമി വിവേകാനന്ദന്റെയാണ്. മാറുമറക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹള നമുക്കൊക്കെ അറിയാം, അത് ചാന്നാർ ലഹളയാണ് അല്ലേ. മാറുമറക്കൽ സമരം എന്നൊക്കെ അറിയപ്പെടുന്ന ചാന്നാർ ലഹള. മാറുമറക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. ചാന്നാർ ലഹള. ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഉത്രം തിരുനാളാണ് അല്ലെ. ഉത്രം തിരുനാൾ. ഇങ്ങനെയും ചോദ്യം വരും, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ആരെന്ന് ചോദിച്ചാലും തന്നെയാണ് ഉത്തരം ഉത്രം തിരുനാളാണ് അല്ലെ. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇവിടെ പിന്നെയും ഒരു ചോദ്യം വരും, ഒന്നാം ചാന്നാർ ലഹള നടന്ന വർഷം ചോദിക്കും. ചാന്നാർ ലഹള നടന്ന വർഷം ചോദിച്ചാൽ നമുക്കറിയാം 1859 1859 ചാന്നാർ ലഹള. എന്നാൽ ഒന്നാം ചാന്നാർ ലഹള എന്ന് എടുത്ത് ചോദിച്ചാൽ അത് 1822 1822 ഒന്നാം ചാന്നാർ ലഹള. 1822 ഒന്നാം ചാന്നാർ ലഹള. പിന്നെയും ചോദ്യം വരും, ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് എന്നൊരു ചോദ്യം വരും. അതാരാണ്? വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ. ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവാണ് വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ അത്ര കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. അപ്പൊ മാറുമറക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് തരും വടക്കൻ തിരുവിതാംകൂറിൽ നടന്നു, ഇല്ല തെക്കൻ തിരുവിതാംകൂറിൽ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഏത് രീതിയിൽ വരും എന്നൊക്കെ നോക്കുക. അതിനാണ് ഇങ്ങനത്തെ ഓരോ സെന്റൻസ് ആക്കിയിട്ടാണ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ തന്നെ പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. 1859 അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ജൂലൈ 26 കേട്ടോ. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത്. ഓക്കെ, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഓക്കെ, സാമൂഹിക പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. വൈകുണ്ഠ സ്വാമികളുടെ ഏതാണ്? സമത്വ സമാജം. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദ്യം വരും. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജത്തിന്റെ സ്ഥാപകനാണ് വൈകുണ്ഠ സ്വാമികൾ. ഏതാണ്? സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജത്തിന്റെ സ്ഥാപകനാണ് വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ സമത്വ സമാജന. അതുപോലെ തന്നെ ചോദ്യം വരും, സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ. സമം എന്ന് ആലോചിക്കാൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. സമം അല്ലെ. സമത്വ സമാജം അതുപോലെ തന്നെ സമപന്തി ഭോജനം രണ്ടും വൈകുണ്ഠ സ്വാമികളാണ്. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ. കുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി അല്ലെ. കുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ കേരളത്തിലെ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. അപ്പൊ സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികളാണ്. കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നതും വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികൾ കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവാണ്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന
നായകൻ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരെന്ന് ചോദ്യം വന്നാലും വൈകുണ്ഠ സ്വാമികളാണ്. മുടിചൂടും പെരുമാൾ, മുത്തുക്കുട്ടി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ. മുടിചൂടും പെരുമാൾ, മുത്തുക്കുട്ടി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ, അതും വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാലും വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. പന്തി ഭോജനം നടത്തിയത് തൈക്കാടയ്യാണ്. പന്തി ഭോജനം തൈക്കാടയ്യ. പ്രീതി ഭോജനം നടത്തിയത് വാഗ്ഭടാനന്ദൻ. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. മിശ്രഭോജനം നടത്തിയതാണ് സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. അപ്പൊ അത്ര കാര്യങ്ങൾ ഓർത്തു വെക്കുക. പന്തി ഭോജനം തൈക്കാടയ്യ, സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികൾ, പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ, മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. ഏത് ചോദ്യം വന്നാലും കിട്ടണം. ഓക്കെ, അപ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ. കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി കണക്കാക്കുന്നതും ഏതാണ്? സമത്വ സമാജമാണ് അല്ലേ? സമത്വ സമാജമാണ് ആദ്യ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം. ചട്ടമ്പി സ്വാമികൾ എന്താണ്? കുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവക്കെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ഇനി നമ്മുടെ ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP അല്ലെ? SNDP സ്ഥാപിതമായ വർഷം പഠിച്ചു വെക്കണം. 1903 1903 മെയ് 15. 1903 മെയ് 15 SNDP സ്ഥാപിതമായത്. 1903 മെയ് 15. പിന്നെ കുര്യാക്കോസ് ഏലിയാസ് ചവറ, ഇത് കിട്ടിയല്ലോ, ഈ വർഷം കിട്ടിയല്ലോ. SNDPയുടെ വർഷം 1903 മെയ് 15. SNDPയുടെ മുൻഗാമിയാണ് വാവൂട്ടി യോഗം. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് വാവൂട്ടി യോഗമാണ് അല്ലെ? SNDP സ്ഥാപിതമായത് 1903 മെയ് 15. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഇനിയും പറയേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്ന സ്പീഡിലൊന്ന് പറഞ്ഞു പോവാ. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. ആദ്യ ഉപാധ്യക്ഷനാണ് ഡോക്ടർ പൽപു. ആദ്യ ഉപാധ്യക്ഷനാരാണ്? ഡോക്ടർ പൽപു ആണ്. ആദ്യ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ കുമാരനാശാൻ. ആദ്യ ഉപാധ്യക്ഷൻ ഓർത്തു വെക്കാൻ ഞാൻ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ SNDP സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചത് ആരെന്ന് ചോദ്യം വന്നാലും ഡോക്ടർ പൽപു ആണ്. അപ്പൊ ശ്രീനാരായണ ഗുരുവിനോട് ഇങ്ങനെ പ്രേരിപ്പിക്കുമ്പോൾ ശ്രീനാരായണ ഗുരു പറയാണ്, ഓക്കെ ഞാൻ SNDP സ്ഥാപിക്കാൻ, ഞാൻ ആദ്യ അധ്യക്ഷനാവും, ആജീവനാന്ത അധ്യക്ഷൻ ഞാനായിരിക്കും, ഓക്കെ അത് കുഴപ്പമില്ല, പക്ഷെ എന്റെ കൂടെ ആദ്യ ഉപാധ്യക്ഷനായി നീയും ഉണ്ടാവണമെന്ന് ആരോട് പറയാണ്? ഡോക്ടർ പൽപുവിനോട് പറയാണ്. അപ്പൊ ആദ്യ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു, ആദ്യ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപു, ആദ്യ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ കുമാരനാശാൻ. ആദ്യ മുഖപത്രം ചോദ്യം വരും, വിവേകോദയം. വിവേകോദയം അത് പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ചോ. ആദ്യ മുഖപത്രം SNDPയുടെ ആദ്യ മുഖപത്രമാണ് വിവേകോദയം. SNDPയുടെ നിലവിലെ മുഖപത്രം ഏതെന്ന് ചോദ്യം വന്ന അതേതാണ്? യോഗനാഥം. യോഗനാഥം. അപ്പൊ അതും അറിഞ്ഞു. അപ്പൊ ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന യോഗം 1903 മെയ് 15. ഇനി കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്താണ്? അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ച നവോത്ഥാന നായകൻ. അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ച കേരളത്തിലെ പ്രധാന നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഓക്കെ, ചാവറയച്ചൻ. അപ്പൊ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇനി അയ്യങ്കാളി എന്താണ്? സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകനാണ് അയ്യങ്കാളി. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ അല്ലേ? എന്താണ്? പുലേരുടെ രാജാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് അല്ലേ? അല്ലെങ്കിൽ പുലേരുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദ്യം വരും. അല്ലെങ്കിൽ ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദ്യം വരും. അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദ്യം വരും. അതൊക്കെ ആരാണ്? അയ്യങ്കാളിയാണ്. ആരാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്? പുലേരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വന്നാൽ അത് ഗാന്ധിജിയാണ്. മഹാത്മാഗാന്ധിയാണ് പുലേരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വന്നാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. ഓർത്തു വെക്കുക കേട്ടോ. അപ്പോൾ അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ. ഇനി അടുത്തത് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. ഇത് നോക്ക്, വാഗ്ബ ഈ രണ്ട് വാക്കുകൾ കൂടിച്ചേരാണ്. വാഗ്ബ അതുപോലെ തന്നെ ആത്മ, തായും മായും കൂടിച്ചേരാണ്. അത് വെച്ച് ഓർത്തു വെച്ചാൽ മതി. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, അത് വെച്ച് ഓർത്തു വെക്കുക. ഓക്കെ, ആത്മവിദ്യാസംഘം ആരാണ്? വാഗ്ഭടാനന്ദൻ. അതുപോലെ തന്നെ ഇന്നലെ നമ്മളൊന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? ആത്മാറാം പാണ്ഡുരംഗ് എന്താണ്? പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ. പ്രാർത്ഥിക്കുക, നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുക അല്ലെ? അപ്പൊ അത് ആലോചിച്ച് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്ന് ആലോചിച്ചാൽ ആത്മ അല്ലെ? ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം. അപ്പൊ പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകനാണ് ആത്മാറാം
പാണ്ഡുരംഗ്. അലിഗഡ് സൊസൈറ്റി, അലി എന്തലി എന്ന് ഞാൻ പറഞ്ഞു, സെയ്ദ് അലി എന്ന് പഠിക്കാൻ പറഞ്ഞു അല്ലെ, സെയ്ദ് അലി എന്താണ്, സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ് എന്താണ് അലിഗഡ് സൊസൈറ്റിയുടെ സ്ഥാപകൻ. അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കുക. വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ. ഇത്രയും കാര്യങ്ങൾ കിട്ടിയ വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ. ചട്ടമ്പി സ്വാമികളാണ് കുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവക്കെതിരെ പോരാടിയ നവോത്ഥാന നായകൻ. ശ്രീനാരായണ ഗുരുവാണ് SNDPയുടെ സ്ഥാപകൻ. കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ് അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത നവോത്ഥാന നായകൻ. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു. ഓക്കെ, അപ്പൊ അതുവരെ കിട്ടി. ഇനി അടുത്ത് നോക്കാം. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്താണ്, തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയുടെ സ്ഥാപകൻ. അപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയുടെ സ്ഥാപകൻ. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി, മുസ്ലിം മഹാസഭയുടെ സ്ഥാപകൻ. സഹോദരൻ അയ്യപ്പൻ, അത് അതിൽ തന്നെ ഉണ്ട്, കാണാണ്ട് പഠിക്കൊന്നും വേണ്ട. സഹോദരൻ അയ്യപ്പൻ, സഹോദര സംഘം അല്ലെങ്കിൽ സഹോദര പ്രസ്ഥാനം. ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, കറുത്ത അരയന്നത്തിന് ആലോചിച്ച് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും. കറുത്ത അരയന്നം, കറുത്ത അരയന്നം. അപ്പൊ എന്താണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ് അരയ സമാജത്തിന്റെ സ്ഥാപകൻ. പണ്ഡിറ്റ് KP കറുപ്പൻ, കറുത്ത അരയന്നം എന്ന് ആലോചിച്ച് വെക്കുക, കറുത്ത അരയന്നം. ഇനി മന്നത്ത് പത്മനാഭൻ, നായർ സർവീസ് സൊസൈറ്റി. മന്നത്ത് പത്മനാഭൻ അല്ലെ, ഭാരത കേസരി എന്നറിയപ്പെടുന്ന മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റി അഥവാ NSSന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ. 1914 NSS സ്ഥാപിതമായത്. ഓക്കെ, NSS സ്ഥാപിതമായത് 1914 നായർ സർവീസ് സൊസൈറ്റി സ്ഥാപകൻ ആരാണ്? മന്നത്ത് പത്മനാഭൻ. VT ഭട്ടതിരിപ്പാട്, യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭ ഇദ്ദേഹമായിട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവാണ് VT ഭട്ടതിരിപ്പാട്. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാലും VT ഭട്ടതിരിപ്പാട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതെല്ലാം കൂടെ കണക്ട് ചെയ്താൽ നമുക്കൊരു ഉത്തരം കിട്ടൂലേ. ഒന്ന്, യോഗക്ഷേമ സഭ എന്താണ്? അടുക്കളയിൽ മാത്രം കഴിയാനാണ് എൻ്റെ യോഗം. അപ്പൊ അതിങ്ങനെ ആലോചിച്ച സ്ത്രീകൾക്ക് എന്താണ്, അടുക്കളയിൽ മാത്രം അങ്ങനെ പൂട്ടിട്ട ടൈപ്പ് സ്ത്രീകൾ ഉണ്ടാവില്ലേ, വേറെ ഒന്നിനും ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ. അങ്ങനത്തെ ആളുകൾക്ക് ആകെ ഉണ്ടാവും എന്താ? കണ്ണീരും കിനാവും. മുമ്പൊക്കെ നല്ല സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു, മുമ്പ് നല്ല രസമായിരുന്നു എൻ്റെ ജീവിതം. അപ്പൊ എന്താ? അതൊരു കിനാവാണ്, കണ്ണീരും കിനാവും. അപ്പൊ അടുക്കളയിൽ ഇങ്ങനെ അടുക്കളയിൽ തന്നെ ഇങ്ങനെ ഇരിക്കാനാണ് എൻ്റെ യോഗം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് VT ഭട്ടതിരിപ്പാട്. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, അടുക്കളയിൽ കടന്ന് വട്ടം തിരിയലാണ് എൻ്റെ യോഗം. അപ്പൊ അതെന്താണ്? ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ കടന്ന് വട്ടം തിരിയാനാണ് എൻ്റെ യോഗം. അത് ആലോചിച്ചാൽ കണ്ണീരും കിനാവുമാണ്. അടുക്കളയിൽ കടന്ന് വട്ടം തിരിയല്ല, അത് അടുക്കള എന്താണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം, അതിന്റെ രചയിതാവാണ് VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ കടന്ന് വട്ടം തിരിയ എന്താ? ഭട്ടതിരിപ്പാടാണ്. അതാണ് എൻ്റെ യോഗം, യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭ. പിന്നെ എന്ത് പറഞ്ഞു? കണ്ണീരും കിനാവും. അതാണ് എൻ്റെ യോഗം എന്ന് ആലോചിച്ച് കണ്ണീരും കിനാവുമാണ്. ആകെയുള്ളത് കണ്ണീരും കിനാവുമാണ്. അപ്പൊ കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണെന്ന് ചോദ്യം വന്ന ആരുടെയാണ്? VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ്. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവന്റെയാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. അപ്പൊ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം ജനസഭയുടെ സ്ഥാപകൻ. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം അല്ലെങ്കിൽ സഹോദര സംഘം സ്ഥാപിച്ചു. പണ്ഡിറ്റ് KP കറുപ്പൻ, കറുത്ത അരയന്നം ആലോചിച്ചാൽ കിട്ടും, കറുത്ത അരയന്നം. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി NSS. മന്നത്ത് പത്മനാഭൻ 1914 VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് VT ഭട്ടതിരിപ്പാട്. ഇനി കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അപ്പൊ എത്ര കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ, സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത പ്രധാനപ്പെട്ട ഒന്ന്, ഞാൻ എപ്പോഴും പറയും ഇതെന്തായാലും പഠിച്ചു വെക്കണം അല്ലേ, എപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്, മുമ്പത്തെ ക്ലാസ്സുകൾ കണ്ടവർക്കൊക്കെ അറിയാം. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം, ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷമാണ് 1888. 1888. അവിടെ ചിലപ്പോൾ വേറൊരു ചോദ്യം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വരും, അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത് 1888 എന്ന് വരും. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത് 1887. ആദ്യം ക്ഷേത്രം പണി കഴിപ്പിച്ചാലല്ലേ പ്രതിഷ്ഠ നടക്കുള്ളൂ. അപ്പൊ 1887 അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അരുവിപ്പുറം ക്ഷേത്രം 1887. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് 1888. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു. സോദരദ്വേന വാഴുന്നതാണ് കേട്ടോ, സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയെന്ന് ചോദിച്ചാൽ അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ്.
അല്ലെങ്കിൽ അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ് എന്ത് പറഞ്ഞത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഈ അരുവിപ്പുറം ക്ഷേത്രം ഉണ്ടാവാനുള്ള ഒരു കഥ ഉണ്ട്. ആ കഥനെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ മൈൻഡിൽ വരും. ജാതിഭേദം മതദ്വേഷം, ജാതിയോ മതോ വ്യത്യാസം ഒന്നുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഈ അമ്പലത്തിൽ വരാം, അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു ലോജിക്ക്. കാരണം സമയത്തൊക്കെ എന്താണ്, അയിത്തം നിലനിന്നിരുന്ന കാലമാണ്. അമ്പലത്തിന്റെ ഉള്ളിലൊന്നും ചിലർക്ക്, താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമല്ല, അയിത്തം നിലനിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ ഒരിക്കൽ ശ്രീനാരായണ ഗുരുവും അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടി, ആ കഥയൊക്കെ അറിയുന്നവർക്ക് അറിയാം, ശ്രീനാരായണ ഗുരുവും അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടി ഒരിക്കൽ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ സുഹൃത്ത് പുറത്ത് നിന്നിട്ടാണ് ഇങ്ങനെ തൊഴുന്നത്. കാരണം ഉള്ളിൽ നിൽക്കുന്ന ആൾക്ക് അയിത്തം ഉണ്ട്. അപ്പോൾ അയിത്തം നിലനിൽക്കുന്നത് കൊണ്ട് ഉള്ളിൽ പോകാൻ പാടില്ല. കാരണം അവർ ഉയർന്ന ജാതിക്കാരാണ്. ഉയർന്ന ജാതിക്കാരാണ്, അതുകൊണ്ട് ഉള്ളിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കൽ ശ്രീനാരായണ ഗുരു ചോദിക്കുകയാണ്, ദൈവത്തിന് ഇങ്ങനെയൊക്കെ ഉണ്ടാവും? അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ശ്രീനാരായണ ഗുരു സുഹൃത്തിനോട് ചോദിക്കുകയാണ്, ദൈവത്തിന് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അല്ലേ, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് തന്നെ ഒരു അമ്പലം പണിതുകൂടെ? അല്ലെ, നമുക്ക് തന്നെ നമ്മൾ ദൈവത്തിനോട് പറയാം, നമുക്കായിട്ടൊരു അമ്പലം പണിതുകൂടെ? അപ്പോൾ ഈ സുഹൃത്ത് പറയാണ്, അങ്ങനെ ചെയ്താൽ അത് വളരെ ഉപകാരമാവും എന്ന് സുഹൃത്ത് പറയാണ്. അങ്ങനെ അതിലൂടെയാണ് ശ്രീനാരായണ ഗുരുവിന് അരുവിപ്പുറം പ്രതിഷ്ഠ എന്നൊരു ആശയം മുന്നോട്ട് വന്നത്. അപ്പോൾ അത് ആലോചിക്കുക. അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിൽ എഴുതി വെച്ചതാണ്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ്. പിന്നെയും ചോദ്യം വരും, അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത് എവിടെ നിന്നാണ് ചോദ്യം വരും. നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ നിന്നാണ്. നെയ്യാറിലെ ശങ്കരൻ കുഴി ഒന്ന് ഓർത്തു വെച്ചോത്തോ, ശങ്കരൻ കുഴി. നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ നിന്നാണ് അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഉദ്ബോധിപ്പിച്ചത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. ഇത് ആരുടെ വാക്കുകളാണാവും ചോദ്യം വരിക? ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. പിന്നെയും വാക്കുകളുണ്ടല്ലോ അദ്ദേഹത്തിന്റെ. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. അത് ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. എന്നാൽ ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യൻ എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികളാണ്. ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ തൈക്കടയ്യ. ഈ വാക്കുകളാണ് ശ്രീനാരായണ ഗുരു കടം കൊണ്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ആരുടെ വാക്കുകളാന്ന് ചോദ്യം വന്നാൽ കിട്ടണം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയാണ്? ആലുവ സർവ്വമത സമ്മേളനം കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആലുവ സർവ്വമത സമ്മേളനം നടന്ന വർഷം ചോദ്യം വരും. 1924 ആലുവ സർവ്വമത സമ്മേളനം നടന്നത്. ഇവിടെ ഉണ്ടല്ലേ വർഷം, 1924 ആലുവ സർവ്വമത സമ്മേളനം നടന്നത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അത് ആരുടെയാണ്? ആര് പറഞ്ഞെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു ആലുവ സർവ്വമത സമ്മേളനത്തിന്. അപ്പൊ അതും കിട്ടി. ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങൾ ആകവേ ആഴമേറും നിൻ മഹസ്സാമാഴിയിലാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം. ഇതെവിടെയാണ്? ദൈവദശകം എന്ന കൃതിയുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ്. ദൈവദശകം എന്ന കൃതിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ ഓർമ്മയുണ്ടോ? ദൈവദശകം, ശിവശതകം, ദർശനമാല, ആത്മോപദേശ ശതകം, ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി. അതുപോലെ തന്നെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠാവേളയിൽ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. പിന്നെ ദൈവദശകം, ദർശനമാല, അതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. അപ്പൊ ആലുവയിലല്ല, ഇവിടെ ദൈവദശകം എന്ന കൃതിയിലൂടെയാണ് ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം. ഇത് ഏതിലാണ്? ദൈവദശകം എന്ന കൃതിയിലൂടെ ഗുരു മുന്നോട്ട് വെച്ചതാണ്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ഞാൻ പല ക്ലാസ്സുകളിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ആത്മോപദേശ ശതകം, അവനവൻ ആത്മസുഖത്തിനായി, ആത്മോപദേശ ശതകം, രണ്ടിലും ആത്മ ഉണ്ട്. അത് വെച്ച് കണക്ട് ചെയ്താൽ പോരെ. എവിടെ ആത്മ? അവനവനാത്മ, ഇവിടെ ഒരു ആത്മ, പിന്നെ ഇവിടെ ഒരു ആത്മോപദേശ ശതകം. അപ്പോൾ ആത്മോപദേശ ശതകം അതിലൂടെ ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ചതാണ്. അവനവനാത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. അപ്പൊ അത് ഇതിലൂടെ മുന്നോട്ട് വെച്ചു എന്നും ചോദ്യം വരും. അപ്പൊ അത് ആരുടെ വാക്കുകളാണെന്നും ചോദ്യം വരും. അപ്പൊ അത് പഠിക്കുക. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ഹായ്, നിങ്ങളിൽ പലരുടെയും ആവശ്യപ്രകാരം നിങ്ങൾക്ക് കൂടി ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യം മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക. നല്ലൊരു സർക്കാർ ജോലി സ്വപ്നം കണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയല്ലേ നിങ്ങൾ? അപ്പോൾ ദിവസവും ഒരു 10-20 മിനിറ്റ് മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറല്ലേ?
എങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓഗസ്റ്റിൽ വാട്സപ്പിലൂടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാച്ച് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലാണെങ്കിലും ആദ്യം ജോയിൻ ചെയ്യുന്ന 100 ആളുകൾക്ക് 99 രൂപ ഫീസിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ബാച്ചിൽ അംഗമാവാവുന്നതാണ്. അതിനുശേഷം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 150 രൂപ ഫീസിലും ബാച്ചിൽ അംഗത്വം എടുക്കാവുന്നതാണ്. ഓഗസ്റ്റിലാണ് നമ്മൾ പഠനം ആരംഭിക്കുന്നതെങ്കിലും അതിന് മുന്നോടിയായി ജൂൺ, ജൂലൈ മാസങ്ങളിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഓരോ പരീക്ഷകൾക്കും വേണ്ട ടിപ്സ്, അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ, കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഓരോ പരീക്ഷകൾക്ക് മുമ്പും നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ, അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ബാച്ച് എന്ന് മെസ്സേജ് ചെയ്യുക. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹമാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാണ് അറിയാലോ? 1924 1924 വൈക്കം സത്യാഗ്രഹം അല്ലേ? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഇവിടെ ഉണ്ടാവുമല്ലോ, ടി കെ മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദ്യം വന്നാൽ അത് ടി കെ മാധവനാണ്. എന്നാൽ വേറൊരു ചോദ്യം വരും, വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ അല്ലേ? മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത്. ഓക്കെ, വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. ചോദ്യം വരും, മന്നത്ത് പത്മനാഭൻ ചോദ്യം വരും. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ടി കെ മാധവനേക്കാൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കേണ്ടത് ഏതാണ്? വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാലാണ് ടി കെ മാധവൻ. ഓക്കെ, അപ്പോൾ മന്നത്ത് പത്മനാഭൻ. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. ആരാണ് വൈക്കം ഹീറോ? പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്നത് വൈക്കം ഹീറോ, വൈക്കം വീരൻ, പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് അല്ലേ? ഇ വി രാമസ്വാമി നായ്ക്കർ. ഇ വി രാമസ്വാമി നായ്ക്കർ. ഓക്കെ, ഇ വി രാമസ്വാമി നായ്ക്കറാണ് വൈക്കം ഹീറോ, പെരിയോർ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, അപ്പൊ അതുവരെ ക്ലിയർ ആയി. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കെ കേളപ്പൻ അല്ലെ? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വരും. അത് കെ കേളപ്പനാണ്. അപ്പോൾ എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാണ്? 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരെന്ന് ചോദ്യം വന്നാൽ അത് എ കെ ഗോപാലനാണ്. എ കെ ജി ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത്. നേരത്തെ നമ്മളൊരു കാര്യം പഠിച്ചു, അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് നമ്മൾ പഠിച്ചു. അപ്പൊ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് എ കെ ജി ആണ്. എ കെ ഗോപാലനാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് എ കെ ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് എ കെ ഗോപാലൻ. പിന്നെ ചോദ്യം വരും, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദ്യം വരും. അത് മന്നത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് മന്നത്ത് പത്മനാഭൻ. സെക്രട്ടറി ആരെന്ന് ചോദ്യം വന്നാൽ നമുക്കറിയാം അതാരാണ്? കെ കേളപ്പൻ തന്നെയാണ്. സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി. ഓക്കെ, പ്രസിഡന്റ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പം വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തു വന്നൊരു ചോദ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. PSC റിപ്പീറ്റ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ്. ഓക്കെ, അപ്പൊ മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റ നേതാവ് ആരാണ്? പി കൃഷ്ണപിള്ളയാണ്. പി കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റ നേതാവ്. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റ നേതാവാണ് പി കൃഷ്ണപിള്ള. പി കൃഷ്ണപിള്ള. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എപ്പോഴാണ്? 1936 നവംബർ 12-നാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936-ലാണ്. ദിവസം മറക്കരുത്, ഡേറ്റ് എന്നാണ്, നവംബർ 12-ആണ്. 1936 നവംബർ 12-നാണ് ഏത് നടക്കുന്നത്? തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതും ക്ഷേത്രപ്രവേശന വിളംബരമാണ്. എപ്പോഴാണ് വർഷം? 1936. ഡേറ്റ് കൂടെ ഒന്ന് പഠിച്ചു വെച്ചോ, നവംബർ 12-ആണ്. നവംബർ 12-നാണ്. 1936 നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം എവിടെ വെച്ചിട്ടാണ്? 1916-ലാണ് പാലക്കാട് വെച്ചിട്ടാണ് നടന്നത്. 1916 പാലക്കാട് വെച്ചിട്ടാണ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടക്കുന്നത്. ആരായിരുന്നു അധ്യക്ഷൻ? ആരാണ്? ആനി ബസന്റ് ആണ്. അധ്യക്ഷ ആരെന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. ആനി ബസന്റ് ആണ് അധ്യക്ഷ. നമ്മുടെ INC-യിലെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. അതൊക്കെ അറിയാലോ അല്ലെ? INC-യിലെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. അപ്പൊ അത് പഠിച്ചു വെക്കുക. ആദ്യ ഇന്ത്യൻ വനിത ആരാന്ന് ചോദിച്ചാൽ ആനി ബസന്റ് അല്ല, അതാരാണ്? സരോജിനി നായിഡു ആണ്. INC-യിലെ അധ്യക്ഷയായ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. അപ്പൊ ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് എപ്പോഴാന്നൊക്കെ ചോദ്യം വന്ന 1893-ലാണ്. 1893-ലാണ് ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷ ആനി ബസന്റ് ആണ്. അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ്? 1920 മഞ്ചേരിയിൽ വെച്ചിട്ടാണ്. 1920 മഞ്ചേരിയിൽ വെച്ചിട്ടാണ്. ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1920-ലാണ്. അപ്പൊ ഗാന്ധിജിയോടൊപ്പം കേരളത്തിലെത്തിയ ഖിലാഫത്ത് നേതാവ് എന്ന് ചോദ്യം വരാറുണ്ട്. ആരാണ്? ഷൗക്കത്ത് അലിയാണ്. എവിടെയാ പേര്? ഷൗക്കത്ത് അലി. ഈ പേരൊന്ന് പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പഠിക്കുമ്പോൾ അത് തിരിച്ചും മറിച്ചൊക്കെ ചോദ്യം വരും. അപ്പൊ അത് മനസ്സിലാക്കി പഠിക്കുക. ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് 1920-ലാണ്. ഓക്കെ, മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആരാണ്? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ് മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ്. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമാണ് സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. അപ്പൊ അത്ര കാര്യങ്ങൾ ക്ലിയർ ആയി. ഗാന്ധിജിയോടൊപ്പം എത്തിയത് ആരാണ്? ഷൗക്കത്ത് അലിയാണ് കേട്ടോ, ഷൗക്കത്ത് അലിയാണ്. അപ്പൊ അത്ര ക്ലിയർ ആയി. അടുത്ത ചോദ്യം, ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സമരങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? മലബാർ കലാപം. എന്താണ്? മലബാർ കലാപമാണ്. ഓക്കെ, ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സമരങ്ങൾ അറിയപ്പെടുന്നതാണ് മലബാർ കലാപം. മലബാർ കലാപം നടന്ന വർഷം നമുക്കറിയാം 1921-ലാണ് മലബാർ കലാപം നടന്നത്. ഓക്കെ, മലബാർ കലാപം നടന്ന വർഷമാണ് 1921. മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം ചോദ്യം വരും. അതാണ് പൂക്കോട്ടൂർ ലഹള അല്ലെങ്കിൽ പൂക്കോട്ടൂർ കലാപം. പൂക്കോട്ടൂർ ലഹളയാണ് മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം. പിന്നെയും ചോദ്യം വരും, മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവം വാഗൺ ട്രാജഡിയാണ്. വാഗൺ ട്രാജഡി ഇതൊക്കെ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവം ഏതാന്ന് ചോദിച്ചാൽ വാഗൺ ട്രാജഡി. മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്താന്ന് ചോദിച്ചാൽ പൂക്കോട്ടൂർ ലഹള. പൂക്കോട്ടൂർ ലഹള. നിയമലംഘന പ്രസ്ഥാനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ്. നിയമലംഘന പ്രസ്ഥാനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് കെ കേളപ്പനും കോഴിക്കോട് നേതൃത്വം നൽകിയത് ആരാണ്? നോക്ക്, കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ്. പഠിച്ചു വെച്ചോ, മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ് കോഴിക്കോട് നേതൃത്വം നൽകിയത്. പയ്യന്നൂരിൽ കെ കേളപ്പനാണ്. ഈ പേരെന്തായാലും പഠിച്ചു വെച്ചോ. കോഴിക്കോട് നേതൃത്വം നൽകിയതെന്ന് എടുത്തു ചോദിക്കും. ഓക്കെ, അപ്പൊ നിയമലംഘന പ്രസ്ഥാനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് കെ കേളപ്പൻ, കോഴിക്കോട് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ. മലബാർ കലാപം നടന്ന വർഷം മറക്കരുത്, 1921-ലാണ്. മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണമാണ് പൂക്കോട്ടൂർ ലഹള അല്ലെങ്കിൽ പൂക്കോട്ടൂർ കലാപം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ചോദിക്കാറുണ്ട്. പോത്തന്നൂർ സ്റ്റേഷൻ ആണ് കേട്ടോ, പോത്തന്നൂർ സ്റ്റേഷൻ. ഓക്കെ, വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്തല്ലേ കോയമ്പത്തൂരിലേക്കാണ്
കടത്തിക്കൊണ്ടുപോയിരുന്നത് അല്ലേ, കോയമ്പത്തൂരിൽ ജയിലിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഇത് ഇത്രയും ആളുകൾ ഇതിൽ ക്രൂരമായി മരണപ്പെട്ടത് അത് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത്? ആ സംഭവം റിപ്പോർട്ട് ചെയ്തത് എവിടെയെന്ന് വെച്ചാൽ പോത്തന്നൂർ സ്റ്റേഷനിലാണ്, പോത്തന്നൂർ സ്റ്റേഷൻ. അപ്പോൾ ഈ വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വരും. വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ ആണ്. ആരാണ്? സുമിത് സർക്കാർ. അറിഞ്ഞു വെച്ചോ, സുമിത് സർക്കാർ. സുമിത് സർക്കാർ, ഇതൊന്ന് പഠിച്ചു വെച്ചോട്ടോ. സുമിത് സർക്കാരാണ് വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത്. സുമിത് സർക്കാരാണ്. നിയമലംഘന പ്രസ്ഥാനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? കേളപ്പനും. കോഴിക്കോട് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാനുമാണ്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയി. മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം പൂക്കോട്ടൂർ ലഹള, കുപ്രസിദ്ധ സംഭവം, മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി. ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറിയത് എപ്പോഴാണ്? 1934 ഈ വർഷം പഠിച്ചു വെച്ചോ. 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറിയത് എപ്പോഴാണ്? 1934. 1934. ഇത് പിന്നെ എപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് ആയി മാറിയതെന്ന് ചോദിക്കും അല്ലെ. ഈ സോഷ്യലിസ്റ്റ് പാർട്ടി അല്ലെ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ആയി മാറിയ വർഷം എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1939. 1939. അതൊന്നും നമുക്ക് പഠിക്കാണ്ടാവും. ആ പോയിന്റും നമുക്ക് പഠിക്കാണ്ടാവും. ഇതാ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയ വർഷം എപ്പോഴാണ്? 1939. 1939. ഓക്കെ, 1939 വർഷം പഠിച്ചു നോക്കുക. 1939 ഏതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി അല്ലേ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയ വർഷം ചോദിച്ചാൽ 1939. കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിരുന്നവർ ആരൊക്കെയാണ്? EMS നമുക്കറിയാം, ഒന്ന് EMS അറിയാം, പിന്നെ AKG നമുക്കറിയാം, പിന്നെ ആരാണ്? P. കൃഷ്ണപിള്ളയാണ് അല്ലേ കമ്മ്യൂണിസ്റ്റ് ആയി മാറിയത്. പ്രമുഖ കമ്മ്യൂണിസ്റ്റ് ആരൊക്കെയാണ്? EMS, AKG, P. കൃഷ്ണപിള്ള. ഓക്കെ. ഫറോക്ക് പാലം തകർക്കാൻ ഗൂഢാലോചന നടന്നു എന്ന് ആരോപിച്ച് 27 പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്ത സംഭവം ഏതാണ്? കീഴരിയൂർ ബോംബ് കേസാണ്. കേട്ടിട്ടുണ്ട് അല്ലേ? ഒരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തി താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരാണ് തരിക? ഡോക്ടർ KB മേനോൻ ആണ് അല്ലേ, ഡോക്ടർ KB മേനോൻ. അത് ഇവിടെ വരുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് പഠിക്കാം. ഫറോക്ക് പാലം തകർക്കാൻ ഗൂഢാലോചന നടന്നു എന്ന് ആരോപിച്ച് 27 പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്ത സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ്. ഓക്കെ, കീഴരിയൂർ ബോംബ് കേസ്. KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ് എന്നിവർ ഏത് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മളിപ്പോൾ പഠിച്ചതാണല്ലോ അല്ലെ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ വ്യക്തി ആരെന്നൊക്കെ ചോദിച്ചാൽ ഡോക്ടർ KB മേനോൻ ഉത്തരം ഉണ്ടാവും. അപ്പോൾ KB മേനോൻ അതുപോലെ തന്നെ കുഞ്ഞിരാമക്കിടാവ് എന്നിവർ ഏത് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം കീഴരിയൂർ ബോംബ് കേസ് അല്ലെ, കീഴരിയൂർ ബോംബ് കേസ്. INC അധ്യക്ഷ പദവി വഹിച്ചിരുന്ന ഒരേ ഒരു മലയാളി, INC അധ്യക്ഷ പദവി വഹിച്ചിരുന്ന ഒരേ ഒരു മലയാളി നമുക്കൊക്കെ അറിയാം, ഒറ്റപ്പാലംകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെങ്കിൽ C. ശങ്കരൻ നായരാണ് അല്ലെ. ചേറ്റൂർ ശങ്കരൻ നായർ ഏത് സമ്മേളനത്തിലാണ് നമുക്കറിയാലോ? 1897 അമരാവതി സമ്മേളനം. 1897 അമരാവതി സമ്മേളനത്തിലാണ് ആദ്യ മലയാളി അധ്യക്ഷനായ ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനത്തിൽ അല്ലെ. ആദ്യ അധ്യക്ഷനായ മലയാളി എന്നോ അല്ലെങ്കിൽ ഒരേ ഒരു മലയാളി അധ്യക്ഷൻ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയാം ചേറ്റൂർ ശങ്കരൻ നായരാണ്. എന്നാൽ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളി എന്ന് ചോദ്യം വന്നാൽ അത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ള. അപ്പൊ അത് കിട്ടി. INC അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹത്തെ ഒരു കൃതി പഠിക്കാണ്ട് ഗാന്ധിജിയും അരാജകത്വവും അല്ലെ, ഗാന്ധിജിയും അരാജകത്വവും അവിടെ ഉണ്ട്. ഗാന്ധിജിയും അരാജകത്വവും നമുക്ക് പഠിക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയോടനുബന്ധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചത് അതും ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. എന്താണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയോടനുബന്ധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെങ്കിൽ C. ശങ്കരൻ നായരാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? C. ശങ്കരൻ നായർ തന്നെയാണ്. ഗാന്ധിജിയും അരാജകത്വവും ആരുടെ കൃതിയാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ചോദ്യം വരുന്ന ഭാഗമാണ്, പഠിച്ചു വെച്ചോ. ഗാന്ധിയും അരാജകത്വവും ആരുടെയാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിയും അരാജകത്വവും. ഓക്കെ, അടുത്ത ചോദ്യം. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ആരാണ്? ഹിച്ച്കോക്ക് ആണ്. ആരാണ്?
ഹിച്ച്കോക്ക്. ഓക്കെ, മലബാർ കലാപത്തെ അടിച്ചമർത്തിയ പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക്. ആരാണ്? ഹിച്ച്കോക്ക് ആണ്. പഠിച്ചു വെച്ചോ, ഹിച്ച്കോക്ക് ആണ് മലബാർ കലാപത്തെ അടിച്ചമർത്തിയ മേധാവി. സർക്കാർ ജോലിയിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ, പഠിച്ചു വെച്ചോ, ആരുടെ നേതൃത്വത്തിലാണ്? ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ൽ അധികം പേർ ഒപ്പിട്ട മെമ്മോറാണ്ടം ഏതാണ്? മലയാളി മെമ്മോറിയൽ ആണ്. മലയാളി മെമ്മോറിയൽ വർഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. 1791 മലയാളി മെമ്മോറിയൽ. എന്താണ് അതിന്റെ മുദ്രാവാക്യം? തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. എന്താണെന്ന് വായിച്ചു നോക്ക്. സർക്കാർ ജോലിയിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം. അപ്പൊ എന്താണ്? തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മലയാളി മെമ്മോറിയൽ. ഓക്കെ, അപ്പൊ സർക്കാർ ജോലിയിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ. അപ്പോൾ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദ്യം വന്നാൽ ബാരിസ്റ്റർ GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ള. അപ്പോൾ മലയാളി മെമ്മോറിയൽ നടന്ന വർഷം 1891. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ ഇതൊക്കെ സമർപ്പിച്ചത് ആർക്കെന്ന് ചിലപ്പോൾ ചോദ്യം വരും. ഇതൊക്കെ ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. ഇനി അടുത്ത ചോദ്യം, 1896 ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആരാണ്? സമർപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പു ആണ്. ആർക്കാണ് സമർപ്പിച്ചത് എന്ന് ചോദിച്ചാലാണ് ശ്രീമൂലം തിരുനാൾ. ഓക്കെ, ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനാണ് മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, അതുപോലെ തന്നെ എതിർ മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കപ്പെട്ടത്. തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിന്റെ പേരിൽ നാടുകടത്തിയ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപർ ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരെന്ന് ചോദ്യം വരും കേട്ടോ. എന്നിട്ട് ആരുണ്ടാവും? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഓപ്ഷൻ ആദ്യം തന്നെ ഓപ്ഷനിൽ ഉണ്ടാവും. പക്ഷെ അത് തെറ്റുത്തരാണ്. സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. ഓക്കെ, അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിന്റെ ആത്മകഥ ചോദിക്കും. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥ. ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞത്? തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിന്റെ പേരിൽ നാടുകടത്തിയ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപർ. നാടുകടത്തിയ. അപ്പൊ എന്റെ നാടുകടത്തൽ ആരുടെ ആത്മകഥയാണെന്ന് ചോദ്യം വന്നാൽ ആരുടെയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. അപ്പൊ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരെന്ന് ചോദ്യം വന്നാൽ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇവിടെ ക്ലിയർ അല്ലേ? ഏതൊക്കെ പഠിക്കണം? 1891 മലയാളി മെമ്മോറിയൽ, 1896 ഈഴവ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ള. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. അതുപോലെ തന്നെ മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ആരെന്ന് ചോദ്യം വരാറുണ്ട്. ആരാണ്? ഡോക്ടർ പൽപ്പു ആണ് മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത്. അപ്പൊ അത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. ചോദ്യം വരും, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വരാൻ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം ഏതെന്ന് ചോദ്യം വന്നാൽ അത് നിവർത്തന പ്രക്ഷോഭമാണ്. നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? NV ജോസഫ്. ഒരാൾ NV ജോസഫ്. പിന്നെ ആരാണ്? PK കുഞ്ഞ്, C കേശവൻ. C കേശവൻ അല്ലെ? കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരെന്ന് ചോദ്യം വരും. അത് C കേശവനാണ് അല്ലെ? C കേശവൻ. മുതുകുളം പ്രസംഗം നടത്തിയത് ആരെന്ന് ചോദ്യം വന്നാലാണ് മന്നത്ത് പത്മനാഭൻ. ഇത് രണ്ടും ഒന്ന് ഓർത്തു വെച്ചോ. അപ്പൊ നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. C കേശവൻ. ഓക്കെ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് എപ്പോഴാണ്? 1938 ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് 1938 1938 ഓക്കെ. ദിവാൻ CP രാമസ്വാമി അയ്യരുടെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. എന്താണ് അതിന്റെ മുദ്രാവാക്യം? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം അല്ലെ? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. ചോദ്യം വരും, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം ആരുടെയാണ്? ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 വർഷം കിട്ടണം. 1946 പുന്നപ്ര വയലാർ സമരം
ഓക്കെ, 1946 നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. മുദ്രാവാക്യം പഠിച്ചു വെച്ചോ, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദ്യം വന്ന ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. തിരുവിതാംകൂർ പൗരസ്വാതന്ത്ര്യം കൈവരിക്കുന്നതിനുള്ള സമരം തുടങ്ങിയിട്ട് കാലം കുറേയായി. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരസ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടിയുള്ളതായിരുന്നു. 1938 കടക്കലിലും പാങ്ങോടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ച പോലെ പുന്നപ്രയിലെയും വയലാറിലെയും കൂട്ടക്കൊലകളും സ്വാതന്ത്ര്യത്തിന്റെ വേഗം കൂട്ടുകയാണ് ചെയ്തത്. ഇപ്രകാരം പറഞ്ഞത് ആര്? ചോദ്യം വരും. ആരാണ്? സി കേശവന്റെ വാക്കുകളാണ്. ആരാണ് പറഞ്ഞത്? സി കേശവനാണ്. തിരുവിതാംകൂർ പൗരസ്വാതന്ത്ര്യം കൈവരിക്കുന്നതിനുള്ള സമരം തുടങ്ങിയിട്ട് കാലം കുറയായി. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരസ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടിയുള്ളതായിരുന്നു. 1938 കടക്കലിലും അതുപോലെ തന്നെ പാങ്ങോടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ച പോലെ പുന്നപ്രയിലെയും വയലാറിലെയും കൂട്ടക്കൊലകളും സ്വാതന്ത്ര്യത്തിന്റെ വേഗം കൂട്ടുകയാണ് ചെയ്തത്. ഇത് ആരുടെ വാക്കുകളാണ്? സി കേശവന്റെ വാക്കുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ചോദ്യം, ദിവാനായ ഷൺമുഖം ഷെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന സമരം ഏതാണ്? ഇലക്ട്രിസിറ്റി സമരമാണ്. ഇലക്ട്രിസിറ്റി സമരം വർഷം പഠിച്ചു വെച്ചോ, 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വർഷമാണ് 1936. ദിവാനായ ഷൺമുഖം ഷെട്ടി, അദ്ദേഹത്തിന്റെ പേര് കൂടെ ഒന്ന് പഠിച്ചു വെച്ചോ, ഷൺമുഖം ഷെട്ടി. ദിവാനായ ഷൺമുഖം ഷെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെ തുടർന്നുണ്ടായ സമരമാണ് ഇലക്ട്രിസിറ്റി സമരം. 1936. കൊച്ചി രാജ്യപ്രജാമണ്ഡലം രൂപീകൃതമായത് എപ്പോഴാണ്? 1941. 1941 കൊച്ചി രാജ്യപ്രജാമണ്ഡലം രൂപീകൃതമായത്. രൂപീകരണത്തിന് നേതൃത്വം നൽകിയത്, കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് എസ് നീലകണ്ഠ അയ്യർ, വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. എസ് നീലകണ്ഠ അയ്യർ, പിന്നെ ആരാണ്? വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി രാജ്യപ്രജാമണ്ഡലം രൂപീകൃതമായത് 1941. രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് എസ് നീലകണ്ഠ അയ്യറും വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനുമാണ്. ഓക്കെ, കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായി കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 1931. ഏതാണ്? വടകര സമ്മേളനത്തിന്റെ ഭാഗമായി ആദ്യ മഹിളാ സമ്മേളനം നടന്നത് 1931. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത, മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാണ് എ വി കുട്ടിമാളു അമ്മ. എ വി കുട്ടിമാളു അമ്മ. തിരുവിതാംകൂറിൽ ആരൊക്കെയാണ്? അക്കാമ ചെറിയാനും ആനി മസ്ക്രീനും. ആനി മസ്ക്രീൻ ആണ് ആനി മസ്ക്രീൻ ആണ് തിരുവിതാംകൂർ. ആനി ബസന്റ് അല്ല കേട്ടോ, ആനി മസ്ക്രീൻ ആണ്. ആനി മസ്ക്രീൻ ആണ്. ഈ ആനി മസ്ക്രീൻ എന്നുള്ള പേര് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന വനിതകൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായ വനിതകൾ, അതിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു? 17 വനിതകൾ ഉണ്ടായിരുന്നു. പക്ഷെ മലയാളി വനിതകൾ 3 എണ്ണമാണ് ഉണ്ടായിരുന്നത് അല്ലേ? ഏത്? 3 മലയാളി വനിതകളാണ് ഉണ്ടായിരുന്നത്. എത്രയാണ്? 3 മലയാളി വനിതകളാണ് ഉണ്ടായിരുന്നത്. അത് ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. അങ്ങനെ 3 വനിതകളാണ് ഉണ്ടായിരുന്നത്. ആ പേര് പഠിച്ചു വെച്ചോ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന മലയാളി വനിതകളാണ് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. അപ്പൊ അത്ര ക്ലിയർ ആണ്. തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? അക്കാമ ചെറിയാൻ കേട്ടിട്ടുണ്ടാവുമല്ലോ, അക്കാമ ചെറിയാനും അതുപോലെ തന്നെ ആനി മസ്ക്രീനും. മലബാറിൽ ആരാന്ന് ചോദിച്ചാൽ എ വി കുട്ടിമാളു അമ്മ. എ വി കുട്ടിമാളു അമ്മ. അടുത്ത ചോദ്യം, ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ ഗാന്ധിജിക്ക് ആഭരണങ്ങൾ ഊരി നൽകിയത്. ഓക്കെ, ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ ഗാന്ധിജിക്ക് ആഭരണങ്ങൾ ഊരി നൽകിയത് കൗമുദി ടീച്ചറാണ്. ആരാണ്? കൗമുദി ടീച്ചർ. ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ ഗാന്ധിജിക്ക് ആഭരണം ഊരി നൽകിയ വനിതയാണ് കൗമുദി ടീച്ചർ. ആരാണ്? കൗമുദി ടീച്ചറാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം.
ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ്? 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ എവിടെ വെച്ചിട്ടാണ്? ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ് നടന്നത്. ഒറ്റപ്പാലത്ത് വെച്ചിട്ട് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ് നടന്നത്. ഒറ്റപ്പാലം. ഒന്നാം കേരള രാഷ്ട്രീയ സമ്മേളനം അധ്യക്ഷൻ ആരാണ്? ടി പ്രകാശം. ടി പ്രകാശം ഈ പേര് കേട്ടിട്ടുണ്ടോ? ആന്ധ്ര കേസരിയിലെ എവിടെ ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ടി പ്രകാശമാണ്. ഓക്കെ, എല്ലാവരും പോയിട്ട് ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ പോയി കുത്തും പോറ്റി ശ്രീരാമലു. ആന്ധ്രയിലെ അമരജീവി എന്നറിയപ്പെടുന്നതാണ് പോറ്റി ശ്രീരാമലു. ആന്ധ്ര കേസരി ആരാന്ന് ചോദിച്ചാൽ ടി പ്രകാശമാണ്. ടി പ്രകാശം. ആന്ധ്ര കേസരി ടി പ്രകാശമാണ്. ഓക്കെ, അപ്പൊ ഒന്നാം കേരള രാഷ്ട്രീയ സമ്മേളനം അധ്യക്ഷനാണ് ടി പ്രകാശം. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ച പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ച പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. അപ്പൊ ഏത് സമ്മേളനത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചതെന്ന് ചോദ്യം വരും. ഏതാണ്? പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. അത് എവിടെ? ജവഹർലാൽ നെഹ്റു. ആരാണ് അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. വർഷം ചോദ്യം വന്നാൽ 1928 ഓക്കെ, ഓരോ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോഴും തിരിച്ചു മറിച്ചൊക്കെ പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി നിലവിൽ വന്നത് എപ്പോഴാണ്? തിരുക്കൊച്ചി നിലവിൽ വന്നത് എപ്പോഴാണ്? തിരുക്കൊച്ചി 1949 ജൂലൈ 1 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംയോജനം അല്ലെ? തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1949 ജൂലൈ 1 1949 ജൂലൈ 1. 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ. മോസ്റ്റ് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞു ആദ്യത്തെ സ്റ്റേജിലും ഈ ചോദ്യം കണ്ടിരുന്നു. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് അല്ലെങ്കിൽ 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണ്? അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി ഏതാണ്? 1.25 കോടി മലയാളികൾ EMSന്റെ കൃതിയാണ്. 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണ്? EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS സൂചിപ്പിച്ച ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികൾ. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തിന് ഇത്ര ഇമ്പോർട്ടൻസ്. ഈ ചോദ്യം ഇത്ര റിപ്പീറ്റ് ചെയ്ത് വരുന്നതും അതുകൊണ്ടാണ്. അപ്പൊ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ് 1.25 കോടി മലയാളികൾ. അപ്പൊ 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ രചയിതാവ് ആരെന്ന് ചോദ്യം വന്ന EMS നമ്പൂതിരിപ്പാടാണ്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷം നമുക്കറിയാം 1956 നവംബർ 1 1956 നവംബർ 1 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായത്. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതൊക്കെ സ്ഥലങ്ങളാണ്? ഒന്ന് തോവാള. ഓക്കെ, തോവാള, അഗസ്തീശ്വരം. ഈ പേരുകൾ പഠിച്ചു വെച്ചോ. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ സ്ഥലങ്ങളാണ് ഏതിന് വിട്ടുകൊടുത്തത്? മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. ഏതൊക്കെ സ്ഥലങ്ങൾ ഒന്നുകൂടെ പഠിച്ചോ. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ സ്ഥലങ്ങളാണ് ഏതിന്? മദിരാശിക്ക് വിട്ടുകൊടുത്തത്. എന്നാൽ തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണ്? ചില സ്ഥലങ്ങൾ ഇങ്ങോട്ടും വിട്ടു തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് കാസർഗോഡ്, ഹോസ്ദുർഗ്. ഓക്കെ, തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണ് കേരളത്തോട് കൂട്ടിച്ചേർത്തത്? ഏതൊക്കെയാണ്? കാസർഗോഡും ഹോസ്ദുർഗും. അപ്പൊ എത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഏതൊക്കെയാണ്? തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് കൂട്ടിച്ചേർത്തത്, കേരളത്തോട് കൂട്ടിച്ചേർത്ത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ കാസർഗോഡും ഹോസ്ദുർഗും. എന്നാൽ മദിരാശിക്ക് വിട്ടുകൊടുത്തത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ സ്ഥലങ്ങളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. ഈ പോയിന്റ് മറക്കരുത്. 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണെന്ന് ചോദ്യം വരും. 1.25 കോടി മലയാളികൾ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ്. അപ്പൊ എത്ര കാര്യങ്ങൾ ക്ലിയർ ആയി? ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഇന്ന് പഠിച്ച എത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ, നമ്മുടെ വാട്സപ്പ് ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ
അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് ഇനിയും SCRTയിൽ കുറച്ച് പാഠഭാഗങ്ങളും കൂടി ഉണ്ട്. എല്ലാം ഉൾപ്പെടുത്തി മാക്സിമം പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരും. എക്സാമിന് മുമ്പ് തന്നെ ഞാൻ എന്തായാലും വരും. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്